മിത്ര ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഇനി എന്താവും സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയത്തോടെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ശിവയുടെ കാര്യവും കൂടി വന്നിരിക്കുന്നത്. അവൾ ശിവ ഹോസ്പിറ്റലിലാണെന്ന കാര്യം ഗോപികയോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അവൾക്ക് ശിവയെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ തൻ്റെ അച്ഛനെ ഇവിടെ ഇട്ട് ശിവയുടെ അടുത്തേക്ക് പോവും? അവൾക്ക് അറിയുമായിരുന്നില്ല. അവളുടെ ഉള്ളിലുള്ള സങ്കടമെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ ഗോപിക എപ്പോഴും അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെയിരുന്നു. ചെറിയച്ഛന്മാരുടെ കുറ്റപ്പെടുത്തലുകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും മിത്ര മാത്രമാണ് കാരണമെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പതിയെ അവൾ ഒന്നിനോടും ആരോടും പ്രതികരിക്കാതെയായി. അവർ പറയുന്നതെല്ലാം മിണ്ടാതെ നിന്ന് കേട്ട് കണ്ണുനീർ വാർക്കും അവൾ. എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കാരണം താൻ ശിവയെ പ്രണയിച്ചത് തന്നെ ഒരു തെറ്റായിരുന്നുവെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങിയിരുന്നു. അച്ഛന് ശിവയുമായുള്ള അവളുടെ അടുപ്പം ഇഷ്ടമല്ലായിരുന്നു. ചെറിയച്ഛന്മാർ വീണ്ടും വീണ്ടും പറഞ്ഞത് അതുമാത്രമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അച്ഛ തന്നോട് ശിവ ഈ ജോലി നിർത്തിയ കല്യാണത്തിന് സമ്മതിക്കാന്ന് പറഞ്ഞത്? അവരോട് അച്ഛൻ ദത്തേട്ടന് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്? പലവിധ ചിന്തകളാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉള്ളിൽ വീണ്ടും വേദന കൂടി. 2 ദിവസത്തിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മിത്ര ഐസിയുവിനകത്തേക്ക് കയറി. ഇതിനിടയിൽ അച്ഛന് കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് മിത്ര അറിഞ്ഞിരുന്നു. അതവളിൽ സന്തോഷവും അതിനേക്കാൾ കൂടുതൽ ഭയവും നിറച്ചു. അപ്പോൾ അച്ഛന് വേറെന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നവൾ ടെൻഷനോടെ ഓർക്കും. ഉയരുന്ന നെഞ്ചിടിപ്പോടെ അവൾ ഗോവിന്ദൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ ട്യൂബുകൾക്കിടയിൽ കിടക്കുന്ന അവളുടെ അച്ഛനെ കണ്ട് അവളുടെ നെഞ്ചു പിടഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ഗോവിന്ദൻ്റെ അരികിലിരുന്നു. "ഗോവിന്ദൻ!" ഡോക്ടർ അയാളെ വിളിച്ചു. അയാൾ പതിയെ കണ്ണു തുറന്ന് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഡോക്ടർ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. "ഗോവിന്ദന് ഇത് ആരാണെന്ന് മനസ്സിലായോ?" അയാൾ മിത്രയെ ചൂണ്ടി ഗോവിന്ദനോട് ചോദിച്ചു. മിത്ര ആകാംക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ അല്പനേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. "പറയൂ ഗോവിന്ദൻ, ഇതാരാണെന്ന് മനസ്സിലായോ?" ഡോക്ടർ വീണ്ടും ചോദിച്ചു. അയാൾ മനസ്സിലായി എന്ന പോലെ കണ്ണ് ചിമ്മി. മിത്രയുടെ കണ്ണുകൾ വിടർന്നുപോയി. "അച്ഛേ!" അവൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണോടെ ഗോവിന്ദനെ വിളിച്ചു. ഗോവിന്ദൻ്റെ നോട്ടവും അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് പോലെ മിത്രയ്ക്ക് തോന്നി. മിത്ര പെട്ടെന്ന് അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഡോക്ടർ വീണ്ടും ഗോവിന്ദനെ വിളിച്ചു. ഗോവിന്ദൻ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. മിത്രയും സന്തോഷത്തോടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തികഞ്ഞ ഗൗരവമാണ്. അത് കണ്ട് അവൾ നെറ്റിച്ചുളിച്ചു. "ഗോവിന്ദൻ, ഈ ഇരിക്കുന്നത് ആരാണെന്ന് ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ," ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു. ഗോവിന്ദൻ മിത്രയെ നോക്കി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. മിത്ര ഞെട്ടലോടെ അയാളെ നോക്കി. ശരീരമൊന്നാകെ ഒരു തണുപ്പ് വ്യാപിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. "എന്തിനീ വേദന തരുന്നു?" അവളുടെ ഹൃദയം നോവോട് ചോദിച്ചു. കണ്ണുകൾ നിറഞ്ഞു. അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു കേട്ടു. "അച്ഛേ!" അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളെ വിളിച്ചു. അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഡോക്ടർ പെട്ടെന്ന് സിസ്റ്ററെ വിളിച്ചു. സിസ്റ്റർ വന്ന് മിത്രയെ കൂട്ടി പുറത്തേക്ക് നടന്നു. മിത്ര അലറിക്കരഞ്ഞുകൊണ്ട് സിസ്റ്ററുടെ ഒപ്പം നടന്നു. ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ചെറിയച്ഛന്മാരും അവരുടെ ഭാര്യമാരുമെല്ലാം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അവളോട് ഡോക്ടർ എന്തു പറഞ്ഞു എന്ന പോലെ നോക്കുന്നുണ്ട്. ഗോപിക അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിലൊന്ന് തലോടി. മിത്ര ഒരു തേങ്ങലോടെ അവരെ കെട്ടിപ്പിടിച്ചു. എൻ്റെ എൻ്റെ അച്ഛയ്ക്ക് സംസാരിക്കാൻ പറ്റണില്ല അമ്മായി," അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഗോപികയുടെ ഞെട്ടൽ അവൾക്ക് വ്യക്തമായി മനസ്സിലായി. ഗോപിക കരഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു. ചെറിയച്ഛന്മാരുടെ മുഖം വിടർന്നിരുന്നു. അത് ഗോപികയും മിത്രയും കണ്ടിരുന്നില്ല. അവർ രണ്ടുപേരും ഗോപന്റെ ഭാര്യ ശ്രീവിദ്യയും മാത്രം അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു. ശ്രീവിദ്യ മിത്രയുടെ അടുത്തേക്ക് വന്ന് അവളെ സ്നേഹത്തോടെ തലോടി. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിങ്ങി. "ഒന്നുമില്ല മോളെ, അച്ഛൻ്റെ മാറിക്കോളും," അവർ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ അവരെ കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി. ഗണേഷിൻ്റെയും ഗിരീഷിൻ്റെയും ഭാര്യമാർ ഭാനുമതിയും സുനന്ദയും. അവർക്കും ഭർത്താക്കന്മാരെ പോലെ ഗോവിന്ദൻ്റെ സ്വത്തിൽ തന്നെയായിരുന്നു കണ്ണ്. അതുകൊണ്ട് തന്നെ അവർ അവൾ കരയുന്നത് കണ്ട് ഒരു പുച്ഛത്തോടെ മാറി നിന്നു. അല്പനേരം കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു. കരഞ്ഞു തളർന്നു നിൽക്കുന്ന മിത്രയെയും അല്പം മാറി നിൽക്കുന്ന ഗോവിന്ദൻ്റെ സഹോദരന്മാരെയും ദിനേശിനെയും ഒന്ന് നോക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. "ഗോവിന്ദൻ്റെ ബ്രദേഴ്സ് ഒന്ന് ക്യാബിനിലേക്ക് വരൂ," ഡോക്ടർ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. ക്യാബിൻ ഡോർ തുറന്നുകൊണ്ട് ഗണേഷും ഗിരീഷും ഗോപനും അകത്തേക്ക് കയറി.
ഡോക്ടർ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഗോവിന്ദൻ്റെ കേസിൽ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം പാരലൈസ്ഡായി പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലതുവശം പൂർണ്ണമായും തളർന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കോ കാഴ്ചശക്തിക്കോ കേൾവിക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ അവരെ മൂന്നാളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരുടെ ഉള്ളിൽ സന്തോഷമാണ് തോന്നിയിരുന്നതെങ്കിലും അവർ അത് മറച്ചു വെച്ചുകൊണ്ട് ഡോക്ടറെ സങ്കടത്തോടെ നോക്കി. ഇനി ഏട്ടൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക ഡോക്ടറെ? ഗണേഷ് സങ്കടത്തോടെ ചോദിച്ചു. ഡോക്ടർ ഒന്ന് നിശ്വസിച്ചു. ഏയ്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇതുപോലുള്ള കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഇപ്പോൾ മെഡിസിൻസ് കൊടുക്കാം. അതിനുശേഷം അദ്ദേഹം ഒന്ന് ഓക്കെ ആകുമ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചൊക്കെ അദ്ദേഹത്തെ ഓക്കെ ആയി മാറ്റാൻ സാധിക്കും. അത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിലൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരശേഷി വീണ്ടെടുക്കാം, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഏട്ടൻ്റെ ഓക്കെ ആവുമോ? ഉള്ളിലെ വെപ്രാളം മറച്ചു പിടിച്ചുകൊണ്ട് ഗോപൻ ചോദിച്ചു. അതൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആഴ്ചകൾ, മാസങ്ങൾ, അതുമല്ലെങ്കിൽ വർഷം കുറേ എടുക്കും. അതൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളെക്കൊണ്ടാകുന്നത് നമുക്കും ചെയ്യാം, അദ്ദേഹം പറഞ്ഞു നിർത്തി. അപ്പോൾ ഏട്ടൻ്റെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഡോക്ടറെ? ഗിരീഷ് സങ്കടഭാവത്തോടെ ചോദിച്ചു. പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വലതുവശം തളർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ കെയർ വേണം. എപ്പോഴും ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ വേണം. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തെ നന്നായി ശ്രദ്ധിക്കണം. നമുക്ക് റെഡിയാക്കാം. നിങ്ങൾ ആരും ടെൻഷനാകണ്ട, ഡോക്ടർ അവരെ സമാധാനിപ്പിച്ചു. പുറത്തേക്കിറങ്ങിയതും ഗണേഷ് തന്നെ ഗോവിന്ദൻ്റെ അവസ്ഥ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. അപ്പോഴും ഇടയ്ക്കെല്ലാം ചെറിയച്ഛന്മാരെല്ലാം മിത്രയെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവളുടെ പ്രണയം, അത് ഏട്ടന് കൊടുത്ത ടെൻഷനാണ് ഏട്ടനെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് എല്ലാവരും പറഞ്ഞു. ഗോപികയും ശ്രീവിദ്യയും മാത്രം ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടിരുന്നു. കരഞ്ഞു തളർന്നിരിക്കുമ്പോഴും മിത്ര അവളുടെ അച്ഛനെയും ശിവയെയും മാറി മാറി ഓർത്തുകൊണ്ടിരുന്നു. ശിവ അവളെ നോക്കിയത്, സ്നേഹിച്ചത്, ചേർത്ത് പിടിച്ചത് എല്ലാം അവളുടെ ഓർമ്മകളിലൂടെ മിന്നിമാഞ്ഞു. ഒപ്പം തന്നെ അവൾ അവനോട് അവൻ്റെ ജോലി നിർത്താൻ പറഞ്ഞപ്പോൾ അവൻ ദേഷ്യപ്പെട്ടതും. എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അവൾ ആരെയും നോക്കാതെ മുന്നോട്ട് നടന്നു. നീ എങ്ങോട്ടാ മിത്ര? അവളെ തടഞ്ഞുകൊണ്ട് ഗോപൻ ചോദിച്ചു. ഞാനിപ്പോൾ വരാം, അവൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കാനൊരുങ്ങി. പറ്റില്ല, എങ്ങോട്ടാണെന്ന് പറയാതെ ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല, അയാൾ തറപ്പിച്ചു പറഞ്ഞു. അവൾ അയാളെ ഒന്ന് തുറച്ചു നോക്കി. ചെറിയച്ച, പ്ലീസ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞില്ലേ? എനിക്കൊരാളെ കാണാനുണ്ട്. അതുവരെ ഒന്ന് വെറുതെ വിട്, ഞാൻ വരാം, അവൾ പറഞ്ഞു. നിന്റെ മറ്റവനെ കാണാനാണോ? ഗണേഷ് ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ ഗോപനെയും ഗിരീഷിനെയും ഗണേഷിനെയും ഒന്ന് നോക്കി മറുപടി പറയാതെ മുന്നോട്ട് നടന്നു. അവൻ്റെ കൂടെ പോവാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അനുഭവിക്കും നീ. അവനെ നീ ഈ ഭൂമിയിലെ പിന്നെ കാണില്ല, പുറകിൽ നിന്നും ഗണേഷ് ഗൗരവത്തോടെ വിളിച്ചു പറഞ്ഞു. മിത്ര ഞെട്ടലോടെ അയാളെ തിരിഞ്ഞു നോക്കി. തനിക്ക് പരിചിതമല്ലാത്ത ഭാവം ആ മുഖങ്ങളിലെല്ലാം. അവളിൽ പകപ്പ് നിറഞ്ഞു. എൻ്റെ ദത്തേട്ടൻ, അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വാശിയോടെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ശിവയെ കാണുമ്പോൾ അവളുടെ ഉള്ളിൽ വേദന മാത്രമായിരുന്നു. അവൻ ആകെ ക്ഷീണിച്ചതുപോലെ അവൾക്ക് തോന്നി. അവൻ്റെ സ്നേഹത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അവൾക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി. അവൻ്റെ നെഞ്ചിലൊന്ന് മുഖമമർത്തി കരയാൻ, അവളുടെ സങ്കടങ്ങളെല്ലാം അവനോട് പറയാൻ അവൾക്ക് കൊതി തോന്നി. പക്ഷേ തൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അവളും ശിവയും ഒരുപോലെ കാരണമാണെന്നത് അവളിൽ വേദന നിറച്ചു. അവസാനമായി ഗണേഷ് അവളോട് പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. പാടില്ല, ഞാൻ കാരണം എൻ്റെ ദത്തേട്ടനൊന്നും സംഭവിച്ചുകൂടാ. അവളുടെ തൊണ്ടക്കുഴിയിൽ സങ്കടം നിറഞ്ഞു. അതിനുശേഷം അവൾ അന്ന് അവനോട് ദേഷ്യത്തോടെ സംസാരിച്ചത് അവനെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അവളുടെ വാക്കുകൾ ശിവയ്ക്കും അവൻ്റെ വായിൽ നിന്നും വീണ്ടും ഈ പണി നിർത്താൻ പറ്റില്ല എന്ന് കേട്ടതും അവൾക്കും നല്ല ദേഷ്യം തോന്നിയിരുന്നു. രണ്ടുപേരും പരസ്പരം മാറി മാറി സംസാരിച്ചു. അതിനിടയിൽ വിച്ചുവും ഭദ്രയും പറയുന്നതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. അവളുടെ അച്ഛനെ അവൻ കുറ്റം പറഞ്ഞപ്പോഴാണ് അവൾക്ക് അവനോട് ശരിക്കും ദേഷ്യം തോന്നിയത്. ഒന്നാമത് വയ്യാതെ കിടക്കുന്ന ആളല്ലേ. അവൾ ആ ദേഷ്യത്തിലാണ് അവനോട് അപ്പോൾ സംസാരിച്ചത്. അറിയാതെയാണ് അവൻ അച്ഛനും അമ്മയും ആരാണെന്നറിയാത്ത അനാഥനല്ലേ എന്ന വാക്കുകൾ അവളിൽ നിന്നും വന്നത്. എന്നാൽ അത് കേട്ടതും ശിവയുടെ പിടി വിട്ടുപോയിരുന്നു. ശിവ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അവളെ അവിടെ നിന്നും ഇറക്കി വിട്ടു. വിങ്ങുന്ന ഹൃദയത്തോടെ അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി.
അവൾ പോയതിനു ശേഷം അവന് കുത്തുകൊണ്ട വേദന കൂടുകയും ബ്ലീഡിംഗ് അധികമാവുകയും ചെയ്തു. അവൻ്റെ അവസ്ഥ വീണ്ടും ഗുരുതരമാവുകയും ചെയ്തിരുന്നു. അത്രത്തോളം അവൻ അത്രയും സമയം സ്ട്രെയിൻ ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ മിത്ര അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവരുടെ കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളുമെല്ലാം കേട്ട് മിത്ര ആകെ തളർന്നു പോയിരുന്നു. അവളൊന്ന് പുഞ്ചിരിക്കുന്നത് പോലും അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മാത്രമായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഗോവിന്ദനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു ഹോം നേഴ്സിനെ ഗണേഷ് ഏർപ്പാടാക്കിയിരുന്നു. ഹോം നേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഗോവിന്ദൻ്റെ കാര്യങ്ങൾ അധികവും നോക്കിയിരുന്നത് മിത്ര തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ വന്ന അന്നത്തെ ദിവസം എല്ലാവരും വീട്ടിൽ തന്നെ തങ്ങി പിറ്റേന്ന് തന്നെ തിരികെ പോയിരുന്നു. ഗോപികയ്ക്ക് മിത്രയുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ദിനേശൻ അവരെ അതിന് അനുവദിച്ചിരുന്നില്ല. 4-5 ദിവസങ്ങൾക്ക് ശേഷം അവരെല്ലാവരും കൂടെ തിരികെ വന്നു. ഗോപിക മാത്രം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും കണ്ട് അവൾ അവരെ നോക്കി നിർവികാരമായൊന്ന് പുഞ്ചിരിച്ചു. കുറച്ചു നേരം അവർ ഗോവിന്ദനോടെന്തോ സംസാരിക്കുന്നത് അവൾ കണ്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഹാളിൽ എല്ലാവരും ഇരുന്നു എന്തോ സംസാരത്തിലാണെന്ന് തോന്നിയതും മിത്ര അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അച്ഛൻ്റെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങി. "മിത്രേ, ഞങ്ങൾ നിന്നെ കാണാനാണ് വന്നത്." ഗോപൻ സംസാരത്തിന് തുടക്കമിട്ടു. മിത്ര എന്താ എന്ന പോലെ അയാളുടെ മുഖത്തേക്ക് നോക്കി. "ഇരിക്കെ," ഗണേഷ് പറഞ്ഞു. അവൾ അവിടെ മിണ്ടാതിരുന്നു. "മോളെ, ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ആകെ അവതാളത്തിലായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാനാണ് പ്ലാൻ? ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സെല്ലാം അടച്ചു പൂട്ടേണ്ടി വരും." ഗണേഷ് അയാളുടെ കൂർമ്മ ബുദ്ധി മറച്ചു വെച്ചുകൊണ്ട് അവളോട് സങ്കടത്തോടെ പറഞ്ഞു. അവൾ അയാളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. എന്താണ് തന്നെക്കൊണ്ട് ചെയ്യാനാവുക? അവൾക്ക് അറിയുമായിരുന്നില്ല. "ഞാൻ എന്താ ചെറിയച്ഛ ചെയ്യുക? എനിക്കറിയില്ല," അവൾ സങ്കടത്തോടെ പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ വായിൽ നിന്നും അത് കേൾക്കാൻ തന്നെയാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. ഗണേഷും ഗിരീഷും ഗോപനും കൂടി അവർക്ക് കിട്ടിയ ഓഹരിയിൽ നിന്നും പാർട്ട്ണർഷിപ്പിൽ ഒരു ഫിനാൻസ് കമ്പനി നടത്തുകയാണ്. എന്നാൽ അവർക്ക് അതിൽ നിന്നും ലാഭമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും ഗോവിന്ദൻ ചെറിയ രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. പതിയെ അയാൾ ഉയർന്ന നിലയിലേക്ക് വളർന്നു. അയാളുടെ വളർച്ച ഇവരിൽ അസൂയ നിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അയാളുടെ സ്വത്തുക്കളിൽ കണ്ണുണ്ടായിരുന്നു. ദിനേശൻ ഗോപികയ്ക്ക് കിട്ടിയ ഷെയറിൽ നിന്നും കുറച്ച് സ്ഥലം വാങ്ങിച്ചിരുന്നു. ബാക്കിയുള്ള തുക കൊണ്ട് അയാൾ സ്വന്തമായി ഒരു ബേക്കറി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളും ഇവരുടെ കൂടെ കൂടി ആ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നു. എല്ലാവരും കൂടി തീരുമാനിച്ച് അവർ തന്നെ ബിസിനസ് ഏറ്റു നടത്തിക്കോളാമെന്ന് പറഞ്ഞു. മിത്രയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതിന് സമ്മതം മൂളി. ഈ ദിവസങ്ങളിലൊന്നും ഭദ്രമിത്രയെ വിളിച്ചിരുന്നില്ല. അന്ന് ശിവയോട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൾ പോയതിനു ശേഷം ശിവയുടെ നിലയും വഷളായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞാണ് പിന്നെ അവനെ റൂമിലേക്ക് മാറ്റിയത്. അതെല്ലാം മിത്ര കാരണമായിട്ടും അവൾ അവനെ ഒന്ന് കാണാൻ വരാതിരുന്നതിൽ ഭദ്രയ്ക്ക് ദേഷ്യവും സങ്കടവും തോന്നുന്നുണ്ടായിരുന്നു. വിച്ചു ഇതിനിടയിൽ പലതവണ മിത്രയെ വിളിച്ചിരുന്നു. പക്ഷേ അവൾ ഫോൺ എടുത്തിരുന്നില്ല. ഒരിക്കൽ അവളുടെ വീട്ടിലേക്ക് പോയിരുന്നെങ്കിലും ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു. അയൽക്കാരോട് എന്ത് പറഞ്ഞ് അന്വേഷിക്കുമെന്ന് കരുതി അവൻ മടങ്ങിപ്പോന്നു. വിച്ചുവിൻ്റെ വീട്ടിലാണ് ശിവ ഈ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞിരുന്നത്. മിത്രയെ ഇതിനിടയിലെല്ലാം ശിവയും പലതവണ ഫോൺ ചെയ്തിരുന്നു. എന്നാൽ അവൾ അത് കണ്ടിട്ടും കട്ടാക്കി പോകുമായിരുന്നു. അവനുള്ളിൽ നല്ല വേദന തോന്നുന്നുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റേതല്ലേ, എൻ്റെ സ്ത്രീയല്ലേ അവള് എന്ന് മാത്രം അവൻ്റെ ഹൃദയം മൊഴിഞ്ഞുകൊണ്ടിരുന്നു. "നീയാണ് ശിവയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്, പ്രണയിക്കാൻ പഠിപ്പിച്ചത്. എന്നിട്ടും നീ എന്ത് എന്നെ അറിയുന്നില്ല ശ്രീ?" അവളുടെ അകൽച്ചയിൽ അവൻ നോവുന്ന മനസ്സോടെ പറഞ്ഞു. അന്നത്തെ ആ ദേഷ്യത്തിന് അടിച്ചു പോയതാണ്. അതുകൊണ്ടാണ് അവൾ തന്നോടിങ്ങനെ അകൽച്ച കാണിക്കുന്നത് എന്ന് ശിവ വിശ്വസിച്ചു. അവളുടെ അച്ഛനെ പറഞ്ഞതും അവൾക്ക് തന്നോടുള്ള ദേഷ്യം കൂട്ടിക്കാണും. ഇവിടുന്ന് എഴുന്നേറ്റിട്ട് അവളുടെ അച്ഛനെ പോയി കണ്ട് മാപ്പ് പറയണം, ശിവ മനസ്സിൽ ഉറപ്പിച്ചു. പലതവണ അവൻ ഭദ്രയോട് മിത്രയെ പോയി കാണാൻ പറഞ്ഞതാണ്. എന്നാൽ ഭദ്ര അതിനെ കൂട്ടാക്കിയില്ല. തനിക്ക് ഇവിടെ നിന്നൊന്ന് മാറി എഴുന്നേൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രമായിരുന്നു ശിവയുടെ ചിന്ത മുഴുവൻ. ഭദ്രയുടെ അച്ഛനും അമ്മയും നാട്ടിലില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഗോവിന്ദൻ്റെ അസുഖവിവരം അവരാരും അറിഞ്ഞിരുന്നില്ല. അവർക്ക് ആ നാട്ടിൽ അത്രയും കൂട്ട് മിത്രയുടെ കുടുംബത്തോട് മാത്രമായിരുന്നു. ഭദ്രയുടെ അമ്മയും അച്ഛനും അവരുടെ കുടുംബ വീടുകളിലേക്ക് പോയിരിക്കുകയായിരുന്നു. 1.5 മാസത്തിന് ശേഷം തിരികെ വന്നപ്പോഴാണ് അവർ ഗോവിന്ദൻ്റെ അവസ്ഥ അറിയുന്നത്. ഇതിനിടയിലെല്ലാം അവർ മിത്രയെ ഫോൺ ചെയ്തിരുന്നുവെങ്കിലും മിത്ര ആരുടെയും ഫോൺ കോൾ എടുത്തിരുന്നില്ല.
കാര്യം അറിഞ്ഞപ്പോൾ മിത്രയുടെ വീട്ടിലേക്ക് വന്ന് ഭദ്രയുടെ അമ്മ ഒരുപാട് സങ്കടം പറഞ്ഞിരുന്നു. മിത്ര കരഞ്ഞുകൊണ്ട് ആ അമ്മയുടെ നെഞ്ചിൻ്റെ ചൂടിൽ ഒളിച്ചു. പിന്നീടാണ് അവർ ഭദ്രയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നത്. എല്ലാം അറിഞ്ഞപ്പോൾ ഭദ്ര ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ഒരിക്കലും ഇങ്ങനൊരു കാര്യമുണ്ടാവുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇത്രയും തൻ്റെ സുഹൃത്ത് ഒറ്റയ്ക്ക് അനുഭവിച്ചു എന്നതോർത്ത് അവൾ വിച്ചുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇതെല്ലാം കേട്ടിരുന്ന ശിവ ആകെ തകർന്നു പോയിരുന്നു. എൻ്റെ ശ്രീ, അവൾ ഒറ്റയ്ക്ക് എങ്ങനെ? എൻ്റെ മോള്. അവനുള്ളിൽ വേദന തിങ്ങി നിറഞ്ഞു. അന്നത്തെ അവളുടെ തകർന്നുള്ള നിൽപ്പിൻ്റെ അർത്ഥം ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി. ഒന്നും അറിയാതെ ഞാനും അവളെ വേദനിപ്പിച്ചല്ലോ. അവൻ കരഞ്ഞു പോയിരുന്നു. അന്ന് രാത്രിയിൽ തന്നെ ഭദ്ര മിത്രയെ വിളിച്ചു. ഫോണിലേക്ക് നോക്കിയ മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണുന്ന ഭദ്ര എന്ന പേര് കാണുന്തോറും അവൾക്കുള്ളിൽ വേദന മാത്രമാണ് നിറഞ്ഞിരുന്നത്. 1.5 മാസമായി അവൾ വിളിച്ചിട്ട്. ഇപ്പം എന്തിനാ വിളിക്കണത്? ഓ, അമ്മ പറഞ്ഞാണ് എല്ലാ കാര്യങ്ങളും. അവൾ വേദനയോടെ ഓർത്തു. ചെറിയച്ഛന്മാരോട് പറഞ്ഞിരുന്നു ഒരിക്കലും ദത്തേട്ടനൊപ്പം പോവില്ല. പക്ഷേ ദത്തേട്ടനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് തനിക്ക് അറിയണമെന്ന്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി ദത്തേട്ടൻ്റെ വിവരങ്ങൾ എന്നെ അറിയിച്ചിരുന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയച്ഛന്മാർ വന്ന് ശിവയോട് ബന്ധം പുലർത്തരുതെന്ന് പറഞ്ഞ് അവൾക്ക് വാണിംഗ് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഫോൺ കോളുകൾ എടുക്കാതെയായി. അങ്ങനെ അവനോട് സംസാരിച്ചാൽ അവനെ അവർ എന്തെങ്കിലും ചെയ്യുമെന്ന് അവരുടെ വായിൽ നിന്ന് തന്നെ അവൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കാരണം അവനൊരു അപകടം സംഭവിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അവളുടെ സങ്കടങ്ങളെല്ലാം അവൾ ആ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് തീർക്കുമായിരുന്നു. മിത്ര കോൾ എടുത്തില്ല. ഭദ്ര വാശിയോടെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ശിവയും അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കുറേ തവണ വിളിച്ചപ്പോൾ മിത്ര കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. മോളെ മിത്രേ. ഭദ്ര പൊട്ടിക്കരഞ്ഞു. മിത്ര മൗനമായി ഇരുന്നതേയുള്ളൂ. മിത്രേ, എന്താടി ഒന്നും മിണ്ടാത്തത്? ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു. നിനക്ക് എന്നോടൊന്നും പറഞ്ഞുകൂടായിരുന്നു? ഭദ്ര കരഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു. മറുപുറത്തു നിന്നും മറുപടി ഒന്നും കേൾക്കാതെ ആയതും ശിവയിൽ ഭയം ഉരുണ്ടുകൂടി. അവൻ ഇനിയും എഴുന്നേറ്റ് നടക്കാനായിരുന്നില്ല. വയറ്റിലേറ്റ കുത്ത് അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു. ശരീരത്തിൻ്റെ പല ഭാഗത്തും കുത്ത് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ഡോക്ടർ കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിരുന്നു. അവൻ അവളുടെ ശബ്ദം കേൾക്കാനുള്ള കൊതിയോടെ ഫോണിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. എനിക്കൊന്നും നിന്നോട് സംസാരിക്കാനില്ല ഭദ്രേ. ഇനി മേലാൽ നീ എന്നെ വിളിക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് വേറൊന്നും പറയാതെ മിത്ര ഫോൺ കട്ടാക്കി. ഭദ്ര ഒരു പൊട്ടിക്കരച്ചിലൂടെ ശിവയുടെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകിയിരുന്നു. തുടരും.